ഹലോ. ഉം. എന്നാ ചെയ്യുന്നെ? ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കാനാ? ഒരു പണിയുമില്ലേ? എന്ത് പണി? അങ്ങനെ എനിക്കിവിടെ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. പിന്നെ ഉള്ളതെല്ലാം വേഗം കഴിയും. ഉം. ചോറും കറിയെല്ലാം തിന്നാ? ആ, കഴിച്ച്. അപ്പോ സീരിയലൊന്നും കണ്ടിട്ടില്ലേ? അതങ്ങനെ ചോദിച്ചേ. സീരിയലെല്ലാം കാണലുണ്ട്. കുറച്ച് സീരിയലേ കാണും. അറിയാം സീരിയലാണെന്ന് അറിയാം നിങ്ങള്. അതുകൊണ്ട് ഓ സോറി, നിങ്ങളും ചേച്ചിന്നൊന്നും വിളിക്കാൻ പാടില്ലല്ലോ. രമ്യാന്നല്ലേ വിളിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ ഇടക്ക് മറന്നു പോകുന്നുണ്ട്. പിന്നെ ഈ എന്തെല്ലോ വിളിക്കുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുമില്ല. എന്തല്ലോ വിളിക്കുന്നില്ല. ഞാൻ നീനെ വിളിക്കും ഇനി. ഉം. ഉം. ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചില്ല. ഡയറ്റാ? എന്തിനാ ഡയറ്റ്? ആവശ്യത്തിന് പവർ ഉണ്ടാവുമ്പോ. അത് ശരി. ഉം. പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചില്ലേ, കാര്യം എന്തായി? ആലോചിച്ചാ? നന്നായിട്ട് ആലോചിച്ച്. അപ്പൊ എനിക്കത് വലിയ മോശമില്ലാത്തൊരു പരിപാടിയായിട്ടാ തോന്നിയത്. ഉം. പിന്നെ പക്ഷെ ഇനി എന്റെ കൂടെ വേണം. ആ, കൂടെ ഉണ്ടാവും. അതല്ലേ ഞാൻ പറഞ്ഞേ എൻ്റെ കുട്ടി. അതായത് ഇപ്പൊ ഉം. ഞാനിപ്പം പോകുന്ന പോലെ എൻ്റെ കൂടെ വന്നാ മതി. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാ അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ കൂടെ വരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കൂടെ വരുന്നതിന് കുഴപ്പമില്ല. അത് പറഞ്ഞാൽ ഞാനെന്താ ചെയ്യുന്നുണ്ടേ തന്നെ നീ എന്റെ കൂടെ വേണം എന്നാ ഉദ്ദേശിച്ചത്. ആ, അത് ഞാനുണ്ടാവും. അതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാ, ഒന്നിക്കില് ഇപ്പൊ ഞാനും കൂടി പരിപാടിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒരു കാണി മാത്രമായിരിക്കും. അതാ പ്രശ്നം. അപ്പൊ എനിക്ക് അതാ പ്രശ്നമൊന്നും ഒരു കുഴപ്പമില്ല. നിനക്ക് വേണ്ടത് എങ്ങനെയാന്ന് വെച്ചാ കിട്ടും. ഒരു ബോറടിയോ അല്ല ആ ടൈം ഞാൻ അടുത്തുണ്ടോ അങ്ങനെയൊന്നും ആലോചിക്കേണ്ടി വരില്ല. നീ ആ സമയം മാറും രമ്യേ. ഉം, ഉം. ഇപ്പോ എനിക്ക് കറക്റ്റ് ഇതെങ്ങനെയാന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. പറഞ്ഞതിലും വെച്ചിട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല. ആ, അതാ ഞാൻ പറഞ്ഞേ കുഴപ്പമുണ്ടാവില്ല. പിന്നെ വേറെ ഒന്നിനെ പറ്റി പേടിക്കണ്ടേ. കാരണം ഇപ്പോ സംഭവം വേറെ പ്രശ്നം ഉണ്ടാവുകയൊന്നുമില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിൽ വരാൻ പോകുന്ന വേറൊരു ചെറിയ ഇപ്പം നിനക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലപ്പോ ഫസ്റ്റ് ടൈം വേണ്ടായിരിക്കാം. ഇപ്പോ ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും. പക്ഷെ അതേസമയം മൂന്നോ നാലോ ആൾക്കാരുണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം അവരെങ്ങനെയാ അവരെങ്ങനെയാ പെരുമാറുകയെന്ന് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്രക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടാ. ചിന്തിക്കണം, അത്രക്ക് ചിന്തിക്കണം. കാരണം ഏഹ്, ഞാൻ എന്തായാലും നിങ്ങളോട് പറയും എങ്ങനെയാണ്. കുറേ ആളുണ്ടാവോ അല്ലെ എങ്ങനെ, കാര്യങ്ങൾ ഞാൻ പറയും. വ്യക്തമായി പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൂട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഉം, മനസ്സിലായി. എന്തോ ഞാൻ ഇന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് വരുന്നത്. പിന്നെ നിനക്കറിയാലോ, എന്ത് ഏത് രീതിയിലാണെങ്കിലും എന്റെ ഓനൊരിക്കലും ഇതറിയാൻ പാടില്ല. അതിനുള്ള ഒരു വഴിയും ഉണ്ടാവാൻ പാടില്ല. അതിപ്പോ എനിക്ക് ഇല്ല, അതൊന്നും അറിയില്ല. അതിനെപ്പറ്റി പേടിക്കണ്ട. എനിക്കിപ്പോ പൂർണ്ണമായിട്ട് ഒരു ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. അതൊന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിൽക്കില്ല. ഇപ്പോ അങ്ങനെ അറിയുന്ന ഒരാള്, അഥവാ ഇപ്പോ പുള്ളിക്കാരൻ അറിയണ്ടെങ്കിൽ പുള്ളിക്കാരനൊപ്പം അറിയുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ ആരെങ്കിലും ഞാൻ കൊണ്ടുവരുന്നവരിൽ ഉണ്ടാകണം. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അത് പുള്ളിക്കാരനോട് ഒരിക്കലും പറയില്ല. ചിലപ്പോൾ ഈ ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വന്നെന്നിരിക്കും ഈ ഒരു കാര്യം ഉം. ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഒന്നിക്ക് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഉം. നിങ്ങൾക്ക് പിന്നെ
ഒരിക്കലും പുള്ളിക്കാരനെ ആശ്രയിക്കേണ്ടി വരില്ല. മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും തീരുമാനിച്ചില്ലേ, നമുക്ക് നോക്കാം. ഞാൻ നോക്കാം. അതാ ഞാൻ അപ്പൊ പറഞ്ഞത്. ഇത് എപ്പോഴാ പോണ്ടത്? അതാ ഞാൻ പറയാൻ വരുന്നത്. അതായത് നിങ്ങളിപ്പോ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോ വേണ്ടിക്കലും പോവാം. കാരണം ഇപ്പൊ ഞാനിപ്പോ ഇത്ര നാളും ഒറ്റക്കാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. ഇപ്പൊ പിന്നെ നിങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഒരു രീതിയിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ആയിക്കോളും. നോക്കാം. ഞാൻ എന്തായാലും ഉണ്ടാവും. ഇനി എന്തായാലും ഉണ്ടാവണം. ഉണ്ടാവുന്നല്ല, ഉണ്ടാവുന്ന പറ. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ പിന്നെ എന്തായാലും ഞാൻ വാക്ക് മാറ്റൂല. അത് ഇപ്പൊ നിനക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നമ്പർ വേണം. ഞാൻ നിങ്ങൾക്കൊരു നമ്പർ എടുത്ത് തരാം. ഞാനൊരു പുതിയ സിം എടുത്ത് തരാം എൻ്റെ പേരിൽ. അപ്പോൾ ആ ഒരു സിം നിങ്ങളുടെ അടുത്തേക്ക് വെക്കുക. കാരണം ഇപ്പോൾ ഇപ്പൊ നമ്മളെ ഇപ്പോ കുറച്ച് ആൾക്കാർ അറിയണ്ടേ ആദ്യം തന്നെ. അപ്പോൾ അറിയണ്ടെങ്കിൽ ഞാൻ ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങാം. ഞാൻ തുടങ്ങിയിട്ട് അതിൽ ജസ്റ്റ് ഇപ്പൊ കപ്പിൾസ് ആണെന്നുള്ള രീതിയിൽ ഇട്ടിട്ട് തുടങ്ങാം നമുക്ക് പരിപാടി. അപ്പൊ ഞാനൊരു സിം എടുത്ത് തന്ന് ആ സിമ്മിലേക്ക് നിങ്ങളെയാണ് ആരെങ്കിലും വിളിക്കുക. അപ്പൊ ബാക്കി നിങ്ങളുമായിട്ട് ഡീലാക്കിയാൽ മതി. അതിനുശേഷം ഞാൻ ഇടപെട്ടോളൂ. ഒരു സിമ്മ് മാത്രം പോലെ ഒരു ചെറിയ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഓക്കെ, അങ്ങനെ വിളിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഫോൺ ഞാൻ ചെറിയ പൈസ 10-800 രൂപ ആ ഒരു ഇതിൽ കിട്ടുമല്ലോ, അത് ഞാൻ സെറ്റാക്കി തരാം. അത് മതി. എന്താ വെച്ചാല് നിനക്കറിയാലോ, പെട്ടെന്ന് ഏട്ടൻ വിളിക്കുന്ന സമയത്ത് ഇനിയിപ്പോ എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാല് ഇനി അതൊരു പ്രശ്നമാവണ്ട. അയാളോട് പോവാൻ പറ. നിങ്ങൾ അയാളെ എപ്പോഴും പിടിച്ചോണ്ട് നിൽക്കല്ലേ. അയാളോട് പോവാൻ പറ. അല്ല, ഞാൻ പറഞ്ഞതാ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രമാണോ വരുക ചേച്ചി, അല്ലെങ്കിൽ പുറത്തേക്ക് ഉണ്ടെങ്കിൽ വരാൻ പറ്റുമോ? പുറത്തേക്കെന്ന് വെച്ചാല് പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക്. ഇപ്പൊ ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ ട്വിറ്റർ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എവിടുന്നാ വരും എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങളെ സൗകര്യം പോലെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഇവിടുന്നേ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി. കുഴപ്പമില്ല. അതെന്തായാലും നടക്കൂല. കാരണം ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പുറത്തിറങ്ങും. പക്ഷെ ഇങ്ങനെ ദൂരാന്നെല്ലാം പറഞ്ഞാല് അപ്പൊ എന്തായാലും ഏട്ടനെ അറിയല്ലോ. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ പോവാത്ത ഒരാളാണ്. ആദ്യം ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയാണെങ്കിൽ എന്റെ ഏട്ടൻ അങ്ങനെ എന്നെ വിടലില്ല. അപ്പൊ പിന്നെ എന്തായാലും അതൊരു കള്ളം പറഞ്ഞിട്ട് വരാൻ പോലും പറ്റൂല. അങ്ങനെയല്ലോ. അതെ, പുറത്തേക്ക് പോകണ്ട. നമുക്ക് ഇവിടെ തന്നെ മാക്സിമം ഇങ്ങോട്ടേക്ക് ഞാൻ എത്തിച്ചോളൂ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ല, അപ്പൊ കുഴപ്പമില്ല. അതിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ മാത്രമായി ഒരു ഇത് ഒന്ന് നോക്കണ്ട കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല ജില്ലയിലും പല തരത്തിൽ ആൾക്കാരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നവർ വരെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ ഇതിൽ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. നോക്കട്ടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോ കല്യാണം കഴിച്ചവർ തന്നെയാണ് ഇതിലുള്ളത്. ഇതിലിപ്പോ ഒരു ബിസിനസ്സാ. ഇപ്പൊ നിന്റെ കൂടെ കൂടിയപ്പോഴാണ് കൊറേ കാര്യം മനസ്സിലാവുന്നത്. അതാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്താണ് എല്ലാം വർക്കാവുക. സത്യം. നിങ്ങൾക്ക് ഒരു സമയം ഏറ്റവും കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരു സംഭവം ഇനി അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കാൻ നോക്കാം. നിങ്ങൾക്ക് മതി വരുന്നവരെ കിട്ടും. ഇങ്ങനെ പറയുമ്പോ ഒരു ആകാംക്ഷയുണ്ട്. അത് വേണല്ലോ. അതിനു വേണ്ടിയിട്ടാ. നിങ്ങളെ സ്വപ്നം കണ്ടോ.